ഞാൻ നിങ്ങളോടൊരു പ്രവചന സന്ദേശം പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാനസികമായും ശാരീരികമായും ഒക്കെ തളരുമ്പോൾ, ബലമില്ലാത്തൊരവസ്ഥയിൽ വരുമ്പോൾ, ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ആരെങ്കിലുമൊക്കെ നമ്മെ വാക്കുകൊണ്ട് ബലപ്പെടുത്താൻ, ശക്തീകരിക്കാൻ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മെ ഒന്ന് സഹായിച്ചാൽ കൊള്ളാമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. നാം ആഗ്രഹിക്കുന്ന പോലെ ആ ശാക്തീകരണം നമുക്ക് പലരിൽ നിന്ന് ലഭിക്കാറില്ല, ചിലപ്പോൾ സഹായം ലഭിക്കാറില്ല. പക്ഷെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം യെശയ്യാപ്രവചനം 41 അധ്യായം അതിൻ്റെ 10 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകും. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രോമിസാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും. നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നെ താങ്ങും. ഇന്നലെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഭയപ്പെട്ട്, ഭാരപ്പെട്ട്, പ്രതിസന്ധിയുടെ മുമ്പിൽ ബലമില്ല, എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, നമ്മെ ശക്തീകരിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. നീ വീഴുന്നതിന് മുമ്പേ താങ്ങുന്ന നല്ല ശക്തമേറിയ ഒരു കരമായ കർത്താവ് ഇന്നും ജീവിക്കുന്നു. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന അനേകരെ നോക്കി ദൈവാത്മാവ് പ്രവചിക്കുകയാണ്. ധൈര്യമായിട്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ നിങ്ങളെ ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. നിങ്ങളെ താങ്ങുന്ന ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൻ്റെ പ്രവൃത്തി ഈ നാളുകളിൽ നിങ്ങൾ കുടുംബമായി, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്താൽ സംഭവിച്ചിരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ ഒരു ബലം ദൈവത്താൽ എൻ്റെ ജീവിതത്തിൽ പ്രാപിക്കണം. ദൈവത്തിൻ്റെ കരം എന്നെ ചില വിഷയങ്ങളിൽ താങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ ഹൃദയം ദൈവത്തിലേക്കൊന്ന് സമർപ്പിച്ച്, യേശുവേ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കാമോ? കണ്ണുകൾ അടച്ച്, സ്വർഗീയ പിതാവേ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനസ്സ് തകർന്ന് ഭ്രമിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ഈ ജനത്തിനു മേൽ ദൈവത്തിൻ്റെ കരം അവരെ താങ്ങണമേ, സഹായിക്കണമേ. ദൈവം അവരെ ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവാത്മാവ് ഈ മണിക്കൂറുകളിൽ ചലിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. ഒരിക്കൽ കൂടെ പറയുന്നു, നിങ്ങളെ താങ്ങുന്ന കരത്തിൻ്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നു. God bless you.